CMR എക്സാലോജി കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 8.5 മണിക്കൂറോളമാണ് വീണയെ ED ചോദ്യം ചെയ്തത്. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് ED. വിവരങ്ങളുമായി SS ശരൺ. SS ശരൺ, 8.5 മണിക്കൂറാണ് EDയുടെ ചോദ്യമുനയിൽ ഇരുന്നത്. ഇതാദ്യമായിട്ടാണ് വീണ ടിയെ SFI ഒഴികെയുള്ള ഒരു ഏജൻസി ചോദ്യം ചെയ്തത്. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ എന്തൊക്കെ ചോദിച്ചറിഞ്ഞു? ഇനിയും വിളിപ്പിക്കാൻ സാധ്യതയുണ്ടോ ശരൺ? അരുൺകുമാർ, ഇന്ന് രാവിലെ 10:30 കൂടിയാണ് വീണ ടി EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരായത്. അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം 8.5 മണിക്കൂറോളമാണ് വീണയെ ചോദ്യം ചെയ്തത്. അതിൽ പ്രധാനമായും ED വ്യക്തത വരുത്താൻ ശ്രമിച്ചത് നിലവിൽ SFI അടക്കമുള്ള ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് യാതൊരുവിധ സേവനവും നൽകാതെയാണ് വീണ ടിയും എക്സാലോജിക്കും CMRൽ നിന്ന് 2.78 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കണ്ടെത്തലിൽ ഊന്നിയുള്ള ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ അത്തരത്തിൽ ലഭിച്ച പണം എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലും EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് വീണ നേരിട്ടത്. ഇതോടൊപ്പം തന്നെ CMRലിന്റെ അനുബന്ധ സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്ന് 2 തവണയായി വീണ 50 ലക്ഷം രൂപ വായ്പയായി കൈപ്പറ്റിയിരുന്നു. അപ്പോൾ ആ വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചിട്ടുണ്ടോ, അത് തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര തുകയാണ് തിരിച്ചടച്ചത് തുടങ്ങിയ ചോദ്യങ്ങളും വീണയോട് ED ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഈ റെയ്ഡിന് പിന്നാലെ വീണയുടെ HDFC ബാങ്കിലെ അക്കൗണ്ട് ED മരവിപ്പിച്ചിരുന്നതാണ്. ഈ അക്കൗണ്ടിന് പുറമെ കൂടുതൽ അക്കൗണ്ടുകൾ വീണയ്ക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമവും EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ വീണ നൽകിയിരിക്കുന്ന മൊഴികളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരിശോധനകൾ പൂർത്തിയാവുന്ന മുറയ്ക്കാകും വീണ്ടും വിളിച്ചു വരുത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത്.